ഇയാൾ അഡ്രസ്സ് താടാ മോനെ ആ ലൈനില്ല. അപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതാണ്, നിങ്ങൾ വന്നോ, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശല്യം ഒഴിവാക്കുക. ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കളയാം. പക്ഷെ അന്ന് അന്ന് എനിക്ക് പറ്റിയ മിസ്കാൽക്കുലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് ഡിലീറ്റ് ചെയ്താലും ശ്രദ്ധിക്കൂലെന്ന്. പക്ഷെ അതിൻ്റെ ചെറിയ പടമായതുകൊണ്ടേ. പക്ഷെ ഓൾറെഡി ഇയാൾ അതിലൊരു കളി കളിച്ചതിന് സംശയമുണ്ട്. കാരണം ഇത് ഡിലീറ്റ് ചെയ്ത് വിത്തിൻ മിനിറ്റ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സിനിപോളിസ് അല്ല എന്തായാലും സിനി ഫയൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതിലൊരു ഫേക്ക് ഐ ഡി ഉണ്ട്. അത് ആരെ ഐ ഡി എന്ന് എനിക്കറിയില്ല. അത് പേര് ഓർക്കുന്നില്ല. എന്തോ ഒരു പ്രണവ് മോഹൻലാലിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് മനസ്സിലായി. പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇയാളെ വിത്തിൻ മിനിറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത ഉടനെ പോസ്റ്റ് വരണമെങ്കിൽ ഓൾറെഡി പ്ലാൻഡാ. അപ്പൊ ഇയാളിങ്ങനെ ഇതിനപ്പുറത്തെ പ്ലാൻ ചെയ്യുന്ന ഞാനറിയില്ല. ഞാനൊരു ശല്യം ഒഴിവാട്ടം വെച്ച് ചെയ്ത കാര്യം ഇയാൾ എന്ത് ചെയ്ത്, ഇയാളത് വെച്ച് കളിച്ച്. ഇയാൾ അപ്പം തന്നെ പോസ്റ്റ് വന്നപ്പോൾ അതിൽ വേറെ സംഭവം ഉണ്ടായി. ഇത് ഡിലീറ്റ് ചെയ്ത കാര്യം പിന്നെ നിരന്തരം പോസ്റ്റ് വരാം. പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിനിമാക്കാർ തള്ളറിയാലോ. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ പല സിനിമാക്കാരും പറഞ്ഞ കേട്ടാ, അയാൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഗൺ പോയിന്റിൽ നിർത്തി. എന്നിട്ട് തലയ്ക്ക് തോക്ക് വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെയാണ് സിനിമാക്കാർ പറഞ്ഞു നടക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ പിന്നെ എനിക്കതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കലും അങ്ങനെ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് ചെയ്തതിൽ. അപ്പോൾ ഇതിവർ പ്ലാൻ ചെയ്തിട്ട്, അതായത് ഇവർക്കൊരു ബ്രേക്ക് ത്രൂ ആണായിരുന്നു. അതായത് എത്രയും കാലം ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും വഴങ്ങൂല.